അപ്പോൾ നമുക്കിന്ന് വൈറലായ പഴംപൊരിയും ബീഫ് ഉണ്ടാക്കിയാലോ? അപ്പോൾ ഫസ്റ്റ് ഞാൻ മിക്സിയുടെ ചെറിയ ജാർ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, ഇത്തിരി ചെറുനാരങ്ങ പിഴിഞ്ഞ് കുറച്ച് കുരുമുളക് ഇട്ട് അത് അരച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. അതായത് നമ്മളിത് കുക്കറിലാണ് വയ്ക്കാൻ പോണത്. അപ്പോൾ സവാള വാട്ടാനിട്ടുണ്ട്. അതിനകത്തേക്ക് ഉപ്പ് ഇട്ട് വഴഞ്ഞ് വന്നപ്പോൾ അതിനകത്തേക്ക് പൊടികൾ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടിയൊക്കെ ഇട്ടിട്ട് ഒന്ന് നല്ലോണം മൂപ്പിച്ചിട്ട് അതിനകത്ത് തക്കാളി ഇട്ട് ഇത്തിരി വേപ്പില ഇട്ട് നമ്മൾ അടിച്ച് വെച്ച ആ പേസ്റ്റും ഇട്ടിട്ടുണ്ട്. പിന്നെ അതൊന്ന് നല്ലോണം ഒന്ന് മൂത്ത് കഴിഞ്ഞപ്പോൾ അതിനകത്തേക്ക് നമ്മൾ ബീഫ് കഴുകി ഊറ്റി വെച്ചത് അതും ഇട്ട് ആ ജാറൊന്ന് കഴുകി അതിൻ്റെ ഇത്തിരി വെള്ളം അത് ഒഴിച്ച് അതവിടെ വിസിലടിക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും നമുക്ക് പഴംപൊരി റെഡിയാക്കാം. അപ്പം നീളത്തിൽ ഞാൻ കട്ട് ചെയ്താണ് എടുക്കുന്നത്. പഴംപൊരി ക്രിസ്പി ആവാനായിട്ട് നമ്മളെപ്പോഴും മൈദയുടെ കൂട്ടത്തിൽ കുറച്ച് അരിപ്പൊടിയും കൂടി ഇടാൻ ഓർക്കണം. എന്നാലും നമുക്ക് കുറച്ച് ക്രിസ്പി ആയിട്ട് കിട്ടുള്ളൂ. അപ്പോൾ നമ്മുടെ പഴംപൊരിയൊക്കെ വറുത്തെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കൊരു വാഴയില എടുത്തിട്ട് നമ്മുടെ പഴംപൊരി അതിനകത്ത് വെച്ചിട്ട് നമ്മുടെ ബീഫ് ഒരു 6 വിസിലടിച്ചപ്പോഴത്തേക്കും നമ്മുടെ ബീഫ് റെഡി. അതിനിപ്പോൾ ഒന്നും ചെയ്യേണ്ട, നേരെ റെഡിയായി. കുറച്ച് പച്ചമല്ലിയും കൂടി തൂക്കിയെടുത്ത് കഴിഞ്ഞാൽ കറി റെഡിയാണ്. അപ്പോൾ അതിൻ്റെ പൊക്കത്ത് ബീഫ് കറിയും വെച്ച് കുറച്ച് സവാള ഇട്ട് പച്ചമല്ലിയും കൂടി തൂക്കിയിട്ട് അതൊന്ന് കുറച്ച് നേരത്തേക്കൊന്ന് മൂടി വെച്ചിട്ടുണ്ട്. അപ്പോഴത്തേക്ക് ഞാൻ കട്ടൻ വെച്ച് അത് കുറച്ച് നേരം കഴിയുമ്പോൾ തുറന്ന് കഴിയുമ്പോഴല്ല നല്ലൊരു സ്മെല്ലും അത് നല്ല നമ്മുടെ പഴംപൊരിയൊക്കെ നല്ല ഇത്തിരി ജ്യൂസി ആയിട്ട് നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ശരിക്കും ഭയങ്കര ഒരു കോമ്പിനേഷനാണ് ഇത് കണ്ടുപിടിച്ചവരെ സമ്മതിക്കണം.